നമസ്കാരം. ഒരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തു വന്ന വാർത്തകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കെ മുരളീധരനെ ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസിന്റെ നീക്കം. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരന്റെ നേതൃത്വം നിർദ്ദേശം നൽകി. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും വെച്ചുമാറും. സൂരജ് സജിയാണ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, നിർണായകമായൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കെ മുരളീധരനെ ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നു എന്നത് എത്രത്തോളം ഉറപ്പിക്കാനാകുന്നുണ്ട്? സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ ചേരുക. കെ മുരളീധരനെ ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസിന്റെ നീക്കമെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും വെച്ചുമാറുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, സീറ്റ് വെച്ചുമാറൽ സംബന്ധിച്ച ചർച്ചയുണ്ടായിട്ടുണ്ടോ? അതിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? എത്രത്തോളം ഉറപ്പുണ്ട് മുരളീധരൻ ഗുരുവായൂരിലേക്ക് എത്തുമെന്നുള്ളതിൽ? പ്രവിധ, ജനുവരി ആദ്യത്തോടുകൂടി ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനാണ് KPCC നേതൃത്വം ഇപ്പോൾ കെ മുരളീധരൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം UDF ഉണ്ടാക്കിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിന്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുന്നുണ്ട് UDF. അതുകൊണ്ട് തന്നെ കരുത്തരെ വിവിധ മണ്ഡലങ്ങളിൽ ജയസാധ്യത അടിസ്ഥാനപ്പെടുത്തി കളത്തിലിറക്കാനുള്ള ഒരു നീക്കമാണുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് തൃശൂരിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നതാണ്. അപ്പോഴും ഗുരുവായൂരിൽ മാത്രമാണ് കോൺഗ്രസിന് മുന്നിലെത്താൻ സാധിച്ചത്. ഇതാണ് ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്ന അനുകൂല ഘടകം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജനുവരി ആദ്യം മുതൽ ഇദ്ദേഹത്തോട് ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ഗുരുവായൂർ സീറ്റിൽ മത്സരിച്ചിരുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ ലീഗിന് പകരം പട്ടാമ്പി സീറ്റ് വച്ചുമാറുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനുവരി ആദ്യം ഇത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രാഥമികമായി ഇത്തരത്തിൽ ഈ സീറ്റ് വച്ചുമാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിലൊരു അന്തിമ തീരുമാനം മാത്രമാണ് ഇനി വരാനുള്ളത്. എന്തായാലും ഗുരുവായൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം കെ മുരളീധരൻ നൽകിയിരിക്കുന്നു. ജനുവരി മുതൽ തന്നെ കെ മുരളീധരൻ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. പ്രവിധ, മുരളീധരൻ മുൻപ് ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ചകൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മുരളീധരനുമായി? പ്രവിധ, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അതൊരു വൈകാരിക പ്രതികരണമായി മാത്രം കണക്ക് കൂട്ടിയാൽ മതി എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. അത് നേതൃത്വം തന്നെ അന്ന് അക്കാര്യങ്ങളിൽ വലിയ വ്യക്തത വരുത്തിയതാണ്. അദ്ദേഹം ഒരു വൈകാരിക പ്രകടനമാണ് പലപ്പോഴും ഉണ്ടായത് എന്ന തരത്തിൽ അന്ന് തന്നെ നേതാക്കൾ പ്രതികരിച്ചതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. തൃശൂരിനെ സംബന്ധിച്ചൊക്കെ ഒരു പ്രാഥമികമായി സർവേ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ പ്രഖ്യാപിച്ച കാര്യം സാധാരണഗതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകില്ല, കാലേ കൂട്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് UDF ഇക്കുറി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഘടകകക്ഷികളോട് നിർദ്ദേശിച്ചിരിക്കുന്ന ജനുവരി ആദ്യവാരം തന്നെ ഈ സീറ്റുകൾ സംബന്ധിച്ചുള്ള ധാരണകൾ അല്ലെങ്കിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഘടകകക്ഷികൾക്കടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയെങ്കിൽ ജനുവരിയോടുകൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഗുരുവായൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഗുരുവായൂർ മാത്രമല്ല, തൃശൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഉൾപ്പെടെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ജനുവരി ആദ്യം മുതൽ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് കെ മുരളീധരൻ പ്രവർത്തനം ആരംഭിക്കും. പ്രവിധ, അതോടൊപ്പം തന്നെ സൂരജ്, UDF ഇതുമായി ബന്ധപ്പെട്ട പല സൂചനകളും മുൻപ് നൽകിയിരുന്നു. അതായത് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു സൂചന അതുണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വാർത്തയും ബന്ധപ്പെടുത്താമെന്ന് തോന്നുന്നു. ഇപ്പോൾ കെ മുരളീധരൻ തൃശൂരിൽ വീണ്ടും മത്സരിക്കുമെന്നുള്ള വാർത്ത അങ്ങനെ തന്നെ കരുതാമല്ലേ? പ്രവിധ, അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്ന ഒരു 3 ഘട്ടമായുള്ള സ്ഥാനാർത്ഥികളെയാണ്. അത് മണ്ഡലം ഓരോ തലങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്ന് പറയുന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ C ക്ലാസ്, അതായത് ഈ ടൈറ്റ് ഫൈറ്റ് വരുന്ന മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഒരുപക്ഷെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ പോലും 3 ഘട്ടങ്ങളിലായി ഈ കാറ്റഗറി തിരിച്ചുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഓരോ മണ്ഡലങ്ങളിലും സാധ്യത നോക്കിക്കൊണ്ട് ഈ സീറ്റുകൾ വച്ചുമാറുക എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രാഥമികമായ
ചർച്ചകളെല്ലാം തന്നെ കോൺഗ്രസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് പട്ടാമ്പി സീറ്റിലേക്ക് ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകുക, പകരം ഗുരുവായൂർ സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ സാധ്യതയുള്ള സീറ്റാണ്. ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയൊക്കെ ലീഗിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നൊരു മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ മറ്റെല്ലായിടത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കും 2ാം സ്ഥാനത്തേക്കും ഒക്കെ പിന്തള്ളപ്പെട്ടപ്പോഴും ആകെ കോൺഗ്രസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിച്ച സമയത്ത് ലീഡ് എടുക്കാൻ സാധിച്ച ഒരേ ഒരു നിയമസഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അത് ഗുരുവായൂരായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ പ്രതികൂല ഘട്ടത്തിൽ പോലും ഒപ്പം നിന്ന നിയമസഭാ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അത് തന്നെയാണ് കെ മുരളീധരനെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തോട് പാർട്ടി നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള സമ്മതം ചോദിച്ചു. അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ്, സന്നദ്ധനാണ് എന്ന് അദ്ദേഹവും സമ്മതം മൂളിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനുവരി ആദ്യം മുതൽ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. പ്രവിധ. ശ്രീ സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കെ മുരളീധരനെ ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് സൂരജ് സജി പങ്കുവച്ചത്. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരൻ നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇനി മത്സരരംഗത്തേക്കില്ല എന്ന വൈകാരികമായ പ്രതികരണം നടത്തിയ ആളാണ് കെ മുരളീധരൻ. എന്തായാലും മുരളീധരനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും കെ മുരളീധരൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും വെച്ചുമാറും എന്നുള്ള വിവരങ്ങളും സൂരജ് സജി പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റു റിപ്പോർട്ടുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടത്തിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി UDF. ഫെബ്രുവരിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രകടന പത്രിക പുറത്തിറക്കാൻ തീരുമാനമായി. മുന്നണി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും അസോസിയേറ്റ് മെമ്പർമാരായി UDF-ൽ ഉൾപ്പെടുത്തി. ഇനി പ്രവർത്തനം വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് എന്ന ആമുഖത്തോടെ നിയമസഭാ പോരാട്ടത്തിനൊരുങ്ങുകയാണെന്ന് VD സതീശൻ പറയുന്നു. ജനുവരി ആദ്യത്തോടെ തന്നെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിക്കും. പുതിയൊരു കേരളത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും VD സതീശൻ. മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളെ UDF-ന്റെ അസോസിയേറ്റ് മെമ്പർമാരായി ഉൾപ്പെടുത്താനും ധാരണയായി. UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. UDF-ലേക്കുള്ള ക്ഷണം അംഗീകാരമായി കാണുന്നുവെന്ന് PV അൻവർ. സന്തോഷമെന്ന് CK ജാനു. അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത് അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ് UDF പ്രതീക്ഷ. ഫെബ്രുവരിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തും. നിലവിലെ സർക്കാർ വിരുദ്ധ നിലപാട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. 24 കൊച്ചി. UDF അസോസിയേറ്റ് അംഗമാക്കാനുള്ള വാഗ്ദാനം നിരസിച്ച് കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ താൻ NDA വൈസ് ചെയർമാൻ ആണ് എന്നും അതൃപ്തിയുണ്ടെങ്കിലും മറ്റൊരു മുന്നണിയിലേക്ക് പോകാനുള്ള സാഹചര്യമില്ല എന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. അപേക്ഷ നൽകിയത് പ്രകാരമാണ് അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിശദീകരണം. VSDP അധ്യക്ഷനായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ കാമരാജ് കോൺഗ്രസിനെയും UDF അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപനം നടത്തി കുടുങ്ങി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശനെ തള്ളി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. NDAയിലെ അതൃപ്തി രമേശ് ചെന്നിത്തലയുമായും VD സതീശനുമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായും സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ മുന്നണി വിടാൻ ആലോചനയില്ല. താൻ എന്നും സ്വയം സേവകനാണെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDF-ൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും. വിഷ്ണുപുരം തന്നെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. എന്നെ വന്ന് കണ്ടിരുന്നു, അദ്ദേഹം രമേശ് ചെന്നിത്തലയെ ചെന്ന് കണ്ടിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലക്കച്ചവടമൊന്നും ഇല്ലല്ലോ. ഒരുമിച്ച് അസോസിയേറ്റ് മെമ്പറാക്കി അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. തന്റെ കത്തുണ്ടെങ്കിൽ പുറത്തുവിടാൻ വെല്ലുവിളിച്ചാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 24 തിരുവനന്തപുരം. തദ്ദേശഫലം വിലയിരുത്താൻ ചേർന്ന CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും വിഭാഗീയതയും തോൽവിക്ക് കാരണമായെന്ന് നേതാക്കൾ വിമർശിച്ചു. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും മന്ത്രിമാരുടെ ഓഫീസിനെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി.
ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചർച്ച. ഭരണപരമായ നടപടികളോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട്. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിൽക്കുന്നതിന്റെ കുഴപ്പങ്ങൾ ഏറെയുണ്ടെന്ന് നേതാക്കൾ വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനത്തിനെതിരെ MLA തന്നെ വിമർശനം ഉന്നയിക്കുന്നതിനും ജില്ലാ കമ്മിറ്റി യോഗം സാക്ഷിയായി. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ട ഗതികേടിലാണ് MLA-മാരെന്നായിരുന്നു വിമർശനം. നെയ്യാറ്റിങ്കര MLA KA ആൻസലിനാണ് ഈ വിമർശനം ഉന്നയിച്ചത്. MLA-യും മുൻ മേയറുമായ VK പ്രശാന്തും വിമർശനവുമായി രംഗത്തെത്തി. മേയർ ആര്യ രാജേന്ദ്രന് എതിരെയായിരുന്നു VK പ്രശാന്തിന്റെ വിമർശനം. മേയർ എന്ന നിലയിൽ ആര്യയുടെ പ്രവർത്തനം ശരിയായിരുന്നില്ല. നഗരസഭയെ ജനകീയമായി മുന്നോട്ട് നയിക്കുന്നതിൽ ആര്യയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രശാന്തിന്റെ വിമർശനം. വിഭാഗീയതയാണ് നഗരസഭയുടെ ഭരണം നഷ്ടമാകാൻ കാരണമെന്ന് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച SP ദീപക് ആരോപിച്ചു. ഏരിയ സെക്രട്ടറിമാരെ കൂട്ടത്തോടെ മത്സരിക്കാനിറക്കിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദീപകിന്റെ കുറ്റപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ MV ഗോവിന്ദന്റെ പ്രതികരണം. കൊല്ലം, തിരുവനന്തപുരം നഗരസഭകൾ നഷ്ടപ്പെട്ടതും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കൈവിട്ടതും ചൂണ്ടിക്കാട്ടിയാണ് വൻ തോൽവി എന്ന് പറയുന്നത്. അവിടങ്ങളിൽ ജയിച്ചിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നായേനെന്നും MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല തിരിച്ചടിയായോ എന്നതിൽ ഭിന്നിച്ച് CPM സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. എന്നാൽ ശബരിമല തിരിച്ചടിയായിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനുമായി കാറിൽ വന്നത് സംബന്ധിച്ചും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ തോൽവിയിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന CPM ജില്ലാ നേതൃത്വം പരാജയത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും വിമർശിച്ചുകൊണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി V ജോയ് അവതരിപ്പിച്ച റിപ്പോർട്ട്. തുടർന്ന് നടന്ന ചർച്ചയിലും ശബരിമല തിരിച്ചടിയായെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വീടുകളിൽ പ്രചാരണ പരിപാടികളുമായി എത്തുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതും ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കിയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ഒരുമിച്ച് കാറിൽ വന്നിറങ്ങിയതിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടേയില്ല എന്നായിരുന്നു പ്രതികരിച്ചത്. ക്ഷേത്ര നഗരികളിലെ വിജയവും മറ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു ശബരിമല ഫലത്തെ സ്വാധീനിച്ചില്ലെന്ന് MV ഗോവിന്ദൻ ന്യായീകരിച്ചത്. ശബരിമല തിരിച്ചടിയായില്ല, അത് പ്രചാരണം മാത്രമാണെന്നാണ് ഗോവിന്ദന്റെ വാദം. പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിനെയും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് കുറ്റകൃത്യത്തിൽ വ്യക്തത വരാത്തത് കൊണ്ടാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടോ സാങ്കേതിക പിഴവാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തുതരം വീഴ്ചയാണ് പത്മകുമാറിനുണ്ടായതെന്ന് വ്യക്തമാക്കുന്ന FIR-ഉം മുന്നിലില്ല. കേസിൽ വ്യക്തത വന്നാൽ നടപടിയെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. ചിലർ ക്രിസ്ത്യൻ വോട്ട് ഒഴുകുമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ പറ്റിച്ചുവെന്ന് നേതാക്കൾ വിമർശിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോഴും സംസ്ഥാനമൊട്ടാകെയുള്ള പ്രകടനം ദയനീയമാണെന്നാണ് യോഗത്തിലെ പൊതുവിലയിരുത്തൽ. കേരളത്തിൽ BJP അനുകൂല തരംഗമുണ്ടായിട്ടും അത് മുതലെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പുതുതായി ചേർത്ത 6 ലക്ഷം വോട്ടുകൾ എവിടെ പോയെന്ന് N ഹരി ചോദിച്ചു. മുനിസിപ്പാലിറ്റികളിൽ ആകെ 4 സീറ്റുകൾ മാത്രമാണ് വർദ്ധിപ്പിക്കാനായത്. ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ലക്ഷ്യം കണ്ടില്ലെന്ന് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. BJPയിലെ ക്രിസ്ത്യൻ നേതാക്കളെ വോട്ടർമാർ വിശ്വസിച്ചില്ലെന്നും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കാണിച്ച അമിത ആവേശം ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായെന്നും വിമർശനമുയർന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പാക്കാമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതായും ഔട്ട്റീച്ച് പരിപാടികളുടെ പേരിൽ കോടികൾ മുക്കിയതായും ആരോപണമുയർന്നു. കണ്ണൂരിലും കൊല്ലത്തും പ്രകടനം മെച്ചപ്പെടുത്തിയെങ്കിലും ഉറച്ച വാർഡുകൾ പലതും നഷ്ടപ്പെട്ടത് ഗൗരവമായി കാണണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. എന്നാൽ വോട്ട് കുറഞ്ഞത് CPIM കോൺഗ്രസ് അവിശുദ്ധ സഖ്യം മൂലമാണെന്ന് പറഞ്ഞ് പരാജയത്തെ പ്രതിരോധിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം. കേരളത്തിൽ 3000-ലേറെ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് വാർഡിലും മുനിസിപ്പൽ വാർഡിലും CPM-ഉം കോൺഗ്രസും പരസ്പരം സഹായിച്ചിട്ട് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്. ചില പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഞങ്ങൾക്ക് നഷ്ടമായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ പരീക്ഷണത്തിൽ കോർപ്പറേഷൻ ഭരണം നേടാനായെങ്കിലും അടിസ്ഥാന വോട്ടുകൾ നഷ്ടമാകുന്നത് നേതൃത്വത്തിന് തലവേദനയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ശൈലി തുടരുമോ അതോ പുതിയ അടവ് നയങ്ങൾ രൂപീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് വിഹിതം പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് വിഹിതത്തിൽ വൻ മുന്നേറ്റവുമായി കോൺഗ്രസ്. 2 ജില്ലകളിൽ മാത്രമാണ് CPIM 30% മുകളിൽ വോട്ട് നേടിയത്. CPIയുടെ പ്രകടനം ദയനീയമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 29.17% വോട്ട് നേടിയാണ് കോൺഗ്രസ് വോട്ട് വിഹിതത്തിൽ ഒന്നാമതായത്. 8 ജില്ലകളിൽ 30% മുകളിൽ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് കോൺഗ്രസ് 30% മുകളിൽ വോട്ട് നേടിയത്. 27.16% വോട്ടാണ് CPIMന് ലഭിച്ചത്. പാലക്കാടും കണ്ണൂരും മാത്രമാണ് 30% മുകളിൽ വോട്ട് CPIMന് നേടാനായത്. BJPക്ക് 14.76% വോട്ട് മാത്രമാണ് ലഭിച്ചത്. BJPക്ക് തിരുവനന്തപുരത്ത് മാത്രമാണ് 20% മുകളിൽ വോട്ട് നേടാനായത്. 9.77% വോട്ടുമായി മുസ്ലിം ലീഗ് വോട്ട് വിഹിതത്തിൽ 4ാം സ്ഥാനത്തെത്തി. മലപ്പുറം ജില്ലയിൽ 35.11% മുസ്ലിം ലീഗിന്റെ വോട്ട് വിഹിതം. 5.58% വോട്ട് മാത്രമാണ് CPIക്ക് നേടാനായത്. കൊല്ലം ജില്ലയിൽ മാത്രമാണ് 10% കടക്കാൻ കഴിഞ്ഞത്. വടക്കൻ ജില്ലകളിൽ 4% വോട്ട് പോലും CPIക്ക് നേടാനായില്ല. മുന്നണി അടിസ്ഥാനത്തിൽ 41.15% വോട്ട് UDFന് ലഭിച്ചു. LDFന് 36.26%വും NDAയ്ക്ക് 15.03% വോട്ട് ലഭിച്ചു. മുന്നണികൾ നിർത്തിയ സ്വതന്ത്രരെ കൂട്ടാതെയുള്ള കണക്കാണിത്. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിലെ ഞെട്ടിക്കുന്ന ക്രൂരത വെളിപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാംനാരായൺ ബഗേലിന്റെ ദേഹമാസകലം മർദ്ദനമേറ്റെന്നും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായൺ ബഗേലിന്റെ ശരീരത്തിൽ പരിക്കേൽക്കാത്ത ഒരിടമില്ലെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വടിയടക്കം ഉപയോഗിച്ച് മർദ്ദിച്ചതിന്റെ പരിക്കുകൾ ശരീരത്തിലുണ്ടെന്നും റിപ്പോർട്ട്. വാരിയെല്ലുകൾ ഒടിഞ്ഞ് തറച്ചു കയറിയ നിലയിലാണ്. തലയിലും ക്രൂരമായ മർദ്ദനമേറ്റു. മസിലുകൾ ചതഞ്ഞരഞ്ഞ് ഞരമ്പുകൾ തകർന്നു. രക്തം തൊലിയിലേക്ക് പടർന്നു പിടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പറഞ്ഞറിയിക്കാനാകാത്ത നരകവേദനയാണ് രാംനാരായൺ നേരിടേണ്ടി വന്നതെന്ന് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 24 തൃശൂർ. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ബഗേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം സ്ഥിരീകരിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പിടിയിലായവരിൽ 4 പേർ BJP അനുഭാവികളും ഒരാൾ CITU പ്രവർത്തകനുമാണ്. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന ഗുരുതരാരോപണമാണ് CPIM ഉന്നയിക്കുന്നത്. കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. കേസിൽ അറസ്റ്റിലായ പാലക്കാട് അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, വിപിൻ എന്നിവർ BJP അനുഭാവികളാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണ്. കേസിൽ SC/ST പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകളും ചുമത്തും. പ്രതികൾ വടി ഉപയോഗിച്ച് മുതുകിലും തലയിലും ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാമർശിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. പ്രതികൾക്കെതിരെ കർശന നടപടിയെന്നും പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന സംഭവമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം ആൾക്കൂട്ടക്കൊലയിലെ പ്രതികരണത്തിൽ RSS എന്ന വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് RSS എന്ന വാക്ക് മിണ്ടിയില്ല, ആ വാക്കേ മിണ്ടിയില്ല. പ്രതികൾ ആരെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസാണെന്നായിരുന്നു VD സതീശന്റെ മറുപടി. ഞാനല്ലല്ലോ കണ്ടുപിടിക്കുന്നത്, പോലീസാണ് കണ്ടുപിടിക്കുന്നത് RSS ആണല്ലെന്ന്. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല. ദേശീയ തലത്തിലും ആൾക്കൂട്ടക്കൊല ചർച്ചയാക്കാനാണ് ഇടതു പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും ആലോചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ 3 പേർ കസ്റ്റഡിയിൽ. കേസിൽ ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്തവരാണ് പിടിയിലായത്. വീഡിയോ പ്രചരിപ്പിച്ച 100 അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞു. വീഡിയോയുടെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാണ്. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധിക്ക് പിന്നാലെയാണ് 2ാം പ്രതി മാർട്ടിൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ചത്. അതിജീവിതയെ അപമാനിക്കുന്നതിനൊപ്പം പ്രതികളെ വെള്ളപൂശുന്നതായിരുന്നു വീഡിയോ. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട അതിജീവിത തനിക്കെതിരായ സൈബർ ആക്രമണം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു.
ഈ പരാതിയിലാണ് എറണാകുളം, തൃശൂർ, ആലപ്പുഴ സ്വദേശികളായ 3 പേരെ തൃശൂർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. 100ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വീഡിയോ പ്രചരിപ്പിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീഡിയോ ഡിലീറ്റ് ചെയ്യാത്ത പശ്ചാത്തലത്തിൽ അവർക്കെതിരെയും നടപടിയുണ്ടാകും. നിലവിൽ കസ്റ്റഡിയിലായവരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി. 24 തൃശൂർ. പോളിമർ ബാത്ത്വെയർ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ വാട്ടർ ടെക് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. തിരുവനന്തപുരത്തായിരുന്നു ലോഞ്ചിംഗ്. പുതിയ വീടുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ രൂപത്തിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. വാട്ടർ ടെക് ഇന്ത്യ എക്സിക്യൂട്ടീവ് ചെയർമാൻ മാത്യു ജോബ്, CP ഫിറ്റിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ബിസിനസ് ഹെഡ് മായങ്ക് ശർമ്മ എന്നിവർ പങ്കെടുത്തു. വ്യാവസായിക സാമൂഹ്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പശ്ചിമബംഗാൾ ഗവർണറുടെ പുരസ്കാരം ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും ഫ്ലവേഴ്സ് ചെയർമാനുമായ ഗോകുലം ഗോപാലിന് സമ്മാനിച്ചു. വടകര ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് പുരസ്കാരം സമ്മാനിച്ചത്. വടകര ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലെത്തിയ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് ലഭിച്ചത് വൻ വരവേൽപ്പ്. വ്യാവസായിക സാമൂഹ്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പശ്ചിമബംഗാൾ ഗവർണറുടെ പുരസ്കാരം ഗോകുലം ഗോപാലിന് അദ്ദേഹം സമ്മാനിച്ചു. എല്ലാത്തിലും പുതുമ കണ്ടെത്തുന്നയാളാണ് ഗോകുലം ഗോപാലിനെന്ന് CV ആനന്ദബോസ്. ശ്രീ ഗോകുലം ഗോപാലിന് അവാർഡുകൾ വെറുതെ കിട്ടിയിട്ടുള്ളൂ എനിക്കറിയാം. പക്ഷേ സ്വന്തം നാട്ടിൽ കിട്ടുന്ന അവാർഡ് അമ്മയുടെ ഉമ്മ പോലെയാണ്, പകരം വയ്ക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹം ഉയരങ്ങൾ താണ്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ എല്ലാത്തിലും ഒരു പുതുമ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി. ഞാനിവിടെ വന്നൊരു കഥകളി വേഷങ്ങൾ കണ്ടു, വളരെ മനോഹരമായിരുന്നു. ഈ ആശയം വന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നാട്ടിൽ വെച്ച് അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷത്തിലായിരുന്നു ഗോകുലം ഗോപാലൻ. ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ചതിൽ എൻ്റെ ജീവിതത്തിൽ എന്നും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അദ്ദേഹത്തിൽ വളരെ സന്തോഷമുണ്ട്. എത്രയോ അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മുമ്പിൽ തന്നെ, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ തന്നെ, എൻ്റെ ജനിച്ച നാട്ടിൽ തന്നെ ആ കൈകളുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വടകര ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ 30ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ ഗവർണർ വിതരണം ചെയ്തു. വടകര MLA KK രമ, ഇന്റലിജൻസ് ADGP P വിജയൻ IPS, ഐമ ദേശീയ ചെയർമാൻ ബാബു പണിക്കർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ക്രിസ്മസ് കാലമായതോടെ നാടെങ്ങും കരോൾ സംഘം സജീവമാണ്. ചെങ്ങന്നൂർ കൊഴുവല്ലൂരിൽ ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരുടെ കരോൾ സംഘം മന്ത്രി സജി ചെറിയാന്റെ വീട്ടിലെത്തിയപ്പോൾ മന്ത്രി തന്നെ ഡ്രംസ് വാങ്ങി വായിച്ച് സംഘത്തിനൊപ്പം ചേർന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യത്തോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.